നമുക്ക് അപ്പൊ എനിക്ക് പൃഥ്വിരാജുമായിട്ടുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? പൃഥ്വിരാജായിട്ട് ക്ലോസ് ആണെന്ന് കേട്ടിട്ട് പുതിയ മുഖം തൊട്ടിട്ടുള്ളൊരു ബന്ധമാണ്. അതിൽ പാടിക്കുകയും ചെയ്തു. അതിൽ പാടിച്ചു. ആക്ച്വലി ആ പ്രൊജക്റ്റ് തൊട്ടിട്ട് ആണ് നമ്മൾ ഒരു റെഗുലറായിട്ട് വർക്ക് ചെയ്തത്. ആ പ്രൊജക്റ്റിൽ തികച്ചും പുള്ളി എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. പക്ഷേ പിന്നെ ആ പ്രൊജക്റ്റിൽ വന്ന് കമ്പോസിങ്ങിൻ്റെ സമയത്ത് പുള്ളി ജസ്റ്റ് കേൾക്കാൻ വരുന്നതും ആ കേൾക്കാൻ വരുന്ന സമയത്ത് പിച്ചവെച്ച നാൾ എന്നുള്ളൊരു പാട്ട് ലിറിക്സ് മാത്രമേ ആയിരുന്നുള്ളൂ. അത് ഞാൻ പാടിയത് കേട്ടിട്ട് പുള്ളി വെറുതെ പേപ്പർ നോക്കി ഒന്ന് പാടി നോക്കിയതാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ചേട്ടനെ പോലെ തന്നെ പാടും എന്ന്. അപ്പം അങ്ങനെ നന്നായി പാടും. മക്കളും മക്കളും പാട്ട് രണ്ടുപേരും പാടും. അപ്പം ഇന്ദ്രജിത്തിൻ്റെ പാട്ട് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് സിംഗർ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷെ എല്ലാവരും വിചാരിക്കുക ഈ ആക്ടേഴ്സ് പാടുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഈ തിരിച്ചുണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കും. ചില ആൾക്കാർ അതിൽ നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. അതിലൊന്നാണ് പൃഥ്വി. തിരിച്ചുണ്ടാക്കാനൊക്കെ പറ്റുമോ? പിന്നെ നമുക്കൊക്കെ ഗംഭീരമായിട്ട് പാടാൻ കേസ്. പിന്നെ നമ്മളൊരു പാട്ടൊക്കെ പാടി അത് ഗംഭീരമാക്കി എടുക്കാൻ പറ്റും അല്ലേ? പിന്നെ വെറുതെ നിങ്ങളൊക്കെ ആയിരിക്കും എന്റെ കാര്യത്തിൽ. പുള്ളി ഉദ്ദേശിച്ചത് മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേന്ന്. ഇത് ചെയ്യാത്ത കാര്യമാണോ? മൂളിട്ട് വരില്ലേ? അത് ദീപക് പറഞ്ഞ പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധി. ഈ ദീപക് ഒരു പാട്ടൂടെ കേട്ടിട്ട് ചോദിച്ചാലോ സാറേ? ഒരു പാട്ട് ആവാം, സമയം ഒരു പാട്ടൂടെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് വന്നു. അല്ല, അതിനകത്ത് അതെ പാട്ട് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ആണോ? ഒന്നാ ചോദിച്ചു, ഉറപ്പായിട്ട് ചോദിച്ചു. എനിക്ക് ദീപകിന്റെ വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള കമ്പോസിങ് ഉറുമിയിലെയാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ചില നല്ല പാട്ടുകൾ. ഇപ്പം പിന്നെ ആരാന്നേ ഇപ്പം അതുപോലെ തന്നെ ചിമ്മി ചിമ്മി, അത് വളരെ വ്യത്യസ്തമായ ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ പിക്ചറൈസേഷനുമാണ്, അതിൻ്റെ വിഷ്വലൈസേഷനുമാണ് അല്ലേ? നിത്യാമേനോനും പിന്നെ പ്രഭുദേവയുമാണ് അതിനകത്ത്. എനിക്ക് വരികൾ കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. ഇപ്പം നട എന്ന് വന്നാൽ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ അങ്ങനെ വാക്കുകൾ പ്രാസം കിട്ടുമ്പോൾ ഒരു പ്രാസം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള കടമ്പിടുത്തങ്ങൾ വല്ലതും ഉണ്ടോ ദീപകിന് ഇത് കമ്പോസ് ചെയ്യുമ്പം? ഞാൻ ലിറിക്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ ചിലത് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പം അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, പക്ഷേ ഉറുമിയിലെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാട്ടുകളുടെ പേരുകൾ മാത്രം വായിച്ചപ്പം മിക്ക പാട്ടുകളുടെ ആദ്യത്തെ വരി വാക്ക് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആരാന്നേ ചിന്നി ചിന്നി, പിന്നെ ആരോ നീ ആരോ, ചലനം ചലനം, തെളുതേളെ, അപ്പം പറഞ്ഞു വടക്ക് വടക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ ഈ ഒരു കമേഴ്ഷ്യൽ ഹുക്കിന് വേണ്ടി പറഞ്ഞിട്ട് അവസാനം ഇതെല്ലാം ഒരുപോലെ ഇരിക്കുമോ എന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തുടക്കകാലം തൊട്ടിട്ട് ചിരിയോ, സോന, പെണ്ണെ എൻ പെണ്ണെ, എൻ്റെ എല്ലാ ഹിറ്റ് പാട്ടുകൾക്കും ഞാനിത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം അതെ, അപ്പം അതിലായിരിക്കാം ചിലപ്പോൾ ആ റിപ്പീറ്റ് വരുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിൽ കയറുന്ന ഒരു സംഭവം ആവാം എന്ന്. പക്ഷെ ഉറുമിയിൽ എനിക്കുണ്ടായ ഒരു തികച്ചും എനിക്കൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാലഘട്ടം വേറെയല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പാട്ടുകൾ ചെയ്യുമ്പം അതുവരെ എന്നെ അറിയപ്പെട്ടിരുന്നത് വളരെ മോഡേൺ മ്യൂസീഷ്യൻ, ഇലക്ട്രോണിക് മ്യൂസീഷ്യൻ, കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നൊക്കെ. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ കൈ കെട്ടിയിട്ടിട്ട് പാട്ടുണ്ടാക്കാൻ പറഞ്ഞതുപോലെ ഒരു കീബോർഡ് ടോണ് കേൾക്കാൻ പാടില്ല, ഒരു ഡ്രമ്മോ ഒരു ബേസ് ഗിറ്റാറോ കേൾക്കാൻ പാടില്ല. പിന്നെ പാട്ടുണ്ടാക്കണം പ്യൂർലി നാടൻ ഇൻസ്ട്രുമെന്റ്സ്. അപ്പം നമുക്ക് ആകെ ഒരു കോഡ്സ് ഗിറ്റാറോ പിയാനോയിൽ വായിക്കുന്ന കോഡ്സിൻ്റെ ഫീൽ അതിൽ തോന്നിക്കണമെങ്കിൽ സന്തൂർ വായിക്കണം. സന്തൂറിൽ 2-3 നോട്ട്സ് ഒരുമിച്ച് വായിക്കുമ്പം പിയാനോ വായിക്കുന്ന മാതിരി ഒരു കോഡിൻ്റെ ഫീല് വരുത്താൻ പറ്റും. പിന്നെ ഫ്ലൂട്ട്, വയലിൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ എനിക്ക് തന്നെ ഒരു ഫ്രഷ് സൗണ്ട് വന്നു. അപ്പോൾ അതെനിക്കൊരു അങ്ങനത്തെ ഒരു പ്രോജക്റ്റ്. അപ്പം സന്തോഷ് സാർ എപ്പോഴും പറയും എന്തുണ്ടാക്കി കഴിഞ്ഞാലും മണ്ണിൻ്റെ മണം കിട്ടിയില്ല. അപ്പം ഞാൻ ഈ മണ്ണിൻ്റെ മണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞു ഒരു ചട്ടി മണ്ണെടുത്ത് സൈഡിൽ വെച്ച് കൊടുക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, പുള്ളിക്ക് മണ്ണിൻ്റെ മണം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് ഈ മണ്ണിൻ്റെ മണം എന്താന്ന് പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ സ്വയം തിരിച്ച് കേട്ട് പടം കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കും മനസ്സിലായത്. പിന്നെ അവർക്കും ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇതേ ചാലഞ്ച് ഉണ്ട്. ഏത് ഫ്രെയിം വെച്ചാലും ദൂരെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലും കാണാൻ പാടില്ല. ഒരു ഷോട്ടിലും വെളിച്ചം എന്ന് പറയുന്നത് വെറും ക്യാൻഡിലിന്റെ വെളിച്ചം അല്ലെങ്കിൽ വിളക്കിന്റെ വെളിച്ചം മാത്രമേ ടി വിയിൽ പാടുള്ളൂ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി സീനാണെങ്കിൽ വിളക്കിന്റെ വെളിച്ചം മാത്രം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ബ്യൂട്ടി വന്നു, എനിക്കൊരു ഫ്രഷ് സൗണ്ട് വന്നു. അതാണ് നിങ്ങളെ അത് എടുത്ത് ചോദിക്കുന്നത്. ഫ്രഷ് സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കണം, ഇനി കാത്തിരിക്കാൻ വയ്യ. അല്ല, ഫ്രഷ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓർക്കസ്ട്രേഷൻ ഒക്കെ വന്നപ്പോൾ ഫ്രഷ് സൗണ്ട്, അതായത് 21 വർഷം പിന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാണോ ഫ്രഷ് സൗണ്ട്? എന്റെ സൗണ്ടിന്റെ കാര്യമല്ല.